ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാരദാമ്മയാണെങ്കിൽ ഗോപാലേട്ടൻ ഇങ്ങനെ ഫോൺ ചെയ്യുന്നെങ്കിലും ഗോപാലേട്ടൻ ഫോൺ എടുക്കുന്നില്ല. അയ്യോ മോളെ, ബെല്ലുണ്ടല്ലോ, പക്ഷെ എടുക്കുന്നില്ലല്ലോ അച്ഛൻ ഫോണ് എന്നൊക്കെ ഇങ്ങനെ ശാരികയോട് പറയുമ്പോൾ, അമ്മ ഇങ്ങോട്ട് തന്നേ ഫോണ്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഗോപാലേട്ടനെ വിളിക്കുന്നുണ്ട്. ശരി അമ്മ, റിങ് ആകുന്നതേ ഉള്ളൂ, അച്ഛൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ വേലായുധനൊരു വീഡിയൊക്കെ അങ്ങോട്ട് കത്തിച്ച് വലിച്ചുകൊണ്ട് പറയുന്നു, ഈ വേലായുധൻ ഭക്ഷണം കഴിച്ചതിന് കാശി ചോദിക്കുന്നു. ഈ വേലായുധൻ ആരാണെന്ന് ശരിക്കവർക്കാർക്കും അറിയത്തില്ല, ഞാൻ എല്ലാത്തിനും ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പുക ഊതി വിട്ടുകൊണ്ടിരിക്കുവാണ്. ശാരദാമ്മയും ശാരികയും കുറുപ്പ് സാറും അങ്ങനെ അവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ ഈ വേലായുധനെ നോക്കി ഇങ്ങനെ വിഷമിച്ച് പേടിച്ച് നിൽക്കുവാണ്. അവൻ്റെ ഇരിപ്പും ഭാവമൊക്കെ കണ്ട യാതൊരു വകതിരിവില്ലാത്ത ആളിനെ പോലാണ്. ഇവൻ എന്താണ് ഇവിടെ ഈ കാണിക്കാൻ പോകുന്നത്? ഗോപാലേട്ടനും ഈ വേലായുധനും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെ അറിയാൻ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുവാണ്. ഈ സമയം കളക്ടർ ഓഫീസിൽ ശാലിനി എന്നിങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. വിഷ്ണു ആണെങ്കിൽ ആ കാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചാരി നിൽക്കുക. ആ സമയത്താണ് ഒരു ഓട്ടോറിക്ഷയിൽ കമലൻ അങ്ങോട്ട് വന്നത്. വിഷ്ണു അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ആശാനേന്ന് വിളിച്ചുകൊണ്ട് കമലൻ അങ്ങോട്ട് ഓടി വരുവാൻ. എന്താടാ നീ ഇവിടെ? അത് ആശാനെ, എനിക്കിവിടെ ഒരു ഓട്ടം കിട്ടിയിട്ട് വന്നതാ. ഇടയ്ക്കൊക്കെ എനിക്ക് ഇങ്ങോട്ടുള്ള ഓട്ടം കിട്ടുന്നുണ്ട് ആശാനെ. എടാ, ഞാൻ നിന്നെ കാണാനായിട്ടൊന്ന് ഇരിക്കുമായിരുന്നല്ലോടാ എന്നിങ്ങനെ വിഷ്ണു കമലിനോട് പറയുവാണ്. എന്താ ആശാനെ? എടാ, നമുക്ക് പാർക്കിലോ ബീച്ചിലോ എവിടെങ്കിലും പോയി ഇത്തിരി നേരം ഒന്ന് ഇരിക്കാടാ, മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. എപ്പോഴും ജോലി ജോലി എന്നും പറഞ്ഞൊരു യന്ത്രം പോലെ ഇങ്ങനെ ജീവിക്കുവാടാ. അയ്യോ എൻ്റെ ആശാനെ, എന്തു പറ്റി? ആശാൻ കാര്യം പറ. ഏട്ടത്തിയമ്മയായിട്ട് വല്ല ഉടക്കുണ്ടായോ? എടാ കമല, ഉടക്കുണ്ടാകാനായിട്ടെങ്കിലും നേരിട്ട് ഞങ്ങളൊന്ന് സംസാരിക്കണ്ടേ? അവൾക്കാണ് എപ്പോഴും ജോലി ജോലി, കുറേ ഫയലുകളുണ്ട്, അതിനോടാണ് ഇഷ്ടം. എടാ കമല, എന്നേക്കാളും അവൾക്ക് ഇഷ്ടം ആ ഫയലിനോടാടാ. എന്നോടൊപ്പം ഒന്ന് ഇരിക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നിനും അവൾക്ക് സമയമില്ല. അവളുടെ ഭർത്താവാണിപ്പോൾ ആ ഫയല്. ഞാനിപ്പോഴൊന്നുമല്ല, ആ ഫയലും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവിടെ നടപ്പ്. അങ്ങനെ വിഷ്ണു ശാലിനിയോടുള്ള പരാതികളൊക്കെ ഇങ്ങനെ കമലിനോട് പറയുവാണ്. എൻ്റെ ആശാനെ, അങ്ങനെയാണെങ്കിൽ ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ആശാന് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് എഴുതി ആ ഫയലിലോട്ടങ്ങ് വെച്ചേരെ. ഈ പ്രണയലേഖനം എഴുതിയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രണയലേഖനമൊക്കെ എഴുതത്തില്ലേ? എടാ, അതിന് ഞാൻ സ്കൂളിൽ പോയിട്ട് വേണ്ടേ? അതിനാരാടാ സ്കൂളിൽ പോയത്? അങ്ങനെ വല്ലതും എഴുതാനോ പഠിക്കാനോ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എനിക്ക്? ഈ കമലൻ ഇതിനൊരു വഴി ഉണ്ടാക്കി തരാം ആശാനെ എന്നും പറഞ്ഞ് കമലൻ പെട്ടെന്ന് പോയി ഓട്ടോറിക്ഷയിൽ നിന്നൊരു പേനായി ഒരു ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എൻ്റെ ആശാൻ ഇതിലോട്ട് ഒരസൽ പ്രണയലേഖനം ഒന്ന് എഴുതിക്കേ. ഞാൻ വേണമെങ്കിൽ ആശാന് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ കാർബൺ കോപ്പി വെച്ചാണ് കുറേ പിള്ളേർക്കൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത് പ്രണയലേഖനം. എടാ കമല, ഇതൊന്നും ശാലിനിയുടെ അടുത്ത് ഏക്കത്തില്ലടാ. എൻ്റെ ആശാനെ വെറുതെ അതൊക്കെ തോന്നുക. ഏട്ടത്തിയമ്മയ്ക്ക് അതൊക്കെ ഏക്കും. ആശാൻ അങ്ങോട്ടൊന്ന് എഴുതിക്കേ. നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആ കത്തിലോട്ട് അങ്ങോട്ട് പ്രണയലേഖനത്തെ പോലെ അങ്ങോട്ട് എഴുതാശാനെ. അതിനിപ്പോൾ ഇതെങ്ങനെയാടാ തുടങ്ങുന്നത്? എങ്ങനെ ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുവാണ് വിഷ്ണു. ആശാൻ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് കമലൻ ആ കാറിൻ്റെ ബോണറ്റൊക്കെ അങ്ങോട്ട് തുടച്ചിട്ട് ആശാൻ ഈ ബുക്കും പേപ്പറും അങ്ങോട്ട് വെച്ച് എന്നിട്ട് ആശാൻ അങ്ങോട്ടൊന്ന് എഴുതിക്കേ. വിഷ്ണു ആണെങ്കിൽ പേനാടെ ക്യാപ്പൊക്കെ ഇങ്ങനെ വലിച്ചൂരി ഇങ്ങനെ നിൽക്കുക. എടാ, എങ്ങനെയാടാ എഴുതുന്നത്? ഇതിപ്പോൾ എവിടാ തുടങ്ങുന്നത്? ആശാനെ, എന്നാലൊരു പാട്ട് വെച്ചങ്ങ് തുടങ്ങിക്കോ ആശാനെ. പാട്ടോ? ഏത് പാട്ടാടാ? എടാ കമല, എന്നാലൊരു താരാട്ട് പാട്ടായാലോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ കമലൻ ചിരിച്ചോണ്ട് പറയാം, എന്തിനാ കിടത്തി താരാട്ട് പാടി ഉറക്കാനോ? എൻ്റെ പൊന്നാശാനെ, ഒരു പ്രണയലേഖന പാട്ട് ഏതെങ്കിലും ഒന്ന് എഴുതാശാനെ. ആശാൻ ആ ഹൃദയ സരസിലെ പാട്ട് വെച്ച് അങ്ങോട്ട് തുടങ്ങിക്കോ. അപ്പോൾ കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ലോ, പ്രണയവും പുഷ്പവും ഒക്കെ അതിലുണ്ട് എന്നും പറഞ്ഞ് കമലൻ ആ പാട്ടൊക്കെ അങ്ങോട്ട് പാടി കേൾപ്പിക്കുവാണ്. അങ്ങനെ കമലൻ പാട്ട് പാടി കൊടുക്കുന്നതൊക്കെ വിഷ്ണു അങ്ങനെ എഴുതിയിട്ട് കമലൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. കമലൻ്റെ അത് നോക്കിയിട്ട് പറയുന്നു, കുഴപ്പമില്ല ആശാനെ, ഇത് ഏട്ടത്തിയമ്മയുടെ ഫയലിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. എടാ കമല, ഇങ്ങോട്ട് തന്നെ, അതിന് ഞാനൊരു ഒപ്പിട്ടില്ല. ഒപ്പോ? എന്നാലൊരു കാര്യം ചെയ്യാം ആശാനെ, എന്നാൽ ആശാൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൂടെ അതിനകത്തോട്ട് വെച്ചേരെ എന്നും പറഞ്ഞ് കമലൻ കളിയാക്കുവാണ്. ഈ കത്ത് ആശാനെ ഏട്ടത്തിയമ്മ കാണുമ്പം തന്നെ അറിയാം ഇത് ആശാൻ എഴുതിയാന്ന്. അതെന്താടാ ഈ ഹൃദയ സരസ് എഴുതിയേക്കുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ ഇതല്ല ആശാനെ. ഡാ ഇത്രയൊക്കെ മതിയടാ, എനിക്ക് ഇത്രയൊക്കെ എഴുതാനേ പറ്റത്തുള്ളെന്ന് അവക്കും അറിയാം. ഇതിപ്പോൾ എങ്ങനെ അവളുടെ അടുത്തൊന്ന് എത്തിക്കുന്നത്? ഫയലല്ലേ ഏട്ടത്തിയമ്മയ്ക്ക് ഏറെ ഇഷ്ടം, അപ്പോൾ ആ ഫയലിനകത്ത് തന്നെ അങ്ങ് വെക്കാം. എടാ കമല, അതാ ഞാൻ ചോദിച്ചത്, എങ്ങനെ ഫയലിനകത്ത് കൊണ്ടുപോയി വെക്കുമെന്ന്.
ഇത്രയൊക്കെ കാണിച്ചെന്ന ദൈവമേ അതിനുള്ള വഴിയും കാണിക്കും ആശാനെ. അപ്പോഴനു അതുവഴി കുറേ ഫയലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആ വഴി കിട്ടി ആശാനെ എന്നിങ്ങനെ അനുവിനെ നോക്കിക്കൊണ്ട് കമലൻ പറയുവാണ്. ഇനി ഇതാ ഫയലിൽ എത്തിക്കാനുള്ള വഴി തെളിയും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അനുവിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഫയലുകൾ താഴെ വീഴുവാണ്. ആശാനെ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാശാനെ, ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ്. കമലൻ എങ്ങനെ പറഞ്ഞെങ്കിലും വിഷ്ണുവിനാകെ സംശയം. എടാ ഇതൊക്കെ ഏക്കുവോ? എൻ്റെ ആശാനെ, ഇത് പണ്ട് മുതലേ രാജാക്കന്മാരുള്ള കാലത്തെ ഉള്ള ഒരു ഏർപ്പാടാണ് ഇതൊക്കെ. എടാ കമല, ആ സമ്പ്രദായത്തിന് വേറെ വേറൊക്കെ അല്ലയോടാ പറയുന്നത്. എൻ്റെ ആശാനെ, അതിപ്പം നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതിക്കൊണ്ട് പോകുന്നു. ആശാൻ അങ്ങോട്ട് ഇന്ന് എളുപ്പം ആ ഫയലിനകത്ത് ഇങ്ങോട്ട് വെക്കാൻ നോക്ക് എന്നും പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. അയ്യോ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ഒരു കുശലാന്വേഷണത്തോടെ വിഷ്ണു അനുവിനോട് സംസാരിച്ചിട്ട് ആ ഫയൽ എടുത്തിട്ട് വിഷ്ണു എഴുതിയ ലെറ്റർ അതിനകത്ത് വെച്ച് അനുവിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. ഇതെല്ലാം സൂക്ഷിച്ചെടുത്തോണ്ട് പോകണം, പ്രത്യേകിച്ചത് മേഡത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അനു അങ്ങ് പോവുകയാണ്. വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷന് നിൽക്കുക. എടാ കമല, നിന്റെ ഒരൊറ്റ ബുദ്ധിയാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയണമെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കണം. അയ്യോ ആശാനെ, എനിക്കൊരു ഓട്ടം ഉള്ളതാ, അതൊന്നും പറ്റത്തില്ല, നീ ഇവിടെ നിന്നേ പറ്റൂ. ആ സമയത്ത് കമലൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നുണ്ട്. കമലനെ ആരോ ഓട്ടത്തിനായിട്ട് വിളിക്കുവാണ്. അയ്യോ ആശാനെ, എനിക്ക് പോയേ പറ്റൂ, അപ്പോൾ എല്ലാവിധ മംഗളാശംസകൾ എന്ന് പറഞ്ഞിട്ട് കമലൻ ഓട്ടോറിക്ഷ എടുത്തങ്ങ് പോവുകയാണ്. കമലനും അങ്ങ് പോയി ഒരു ധൈര്യത്തിന് അവനെങ്കിലും ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പം വിഷ്ണു ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. അനുവല്ലവ ഇങ്ങനെ ആ ഫയലൊക്കെ കൊണ്ടുപോയി ശാലിനിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുവാണ്. എന്നിട്ട് അനു അങ്ങ് പോകുന്നുണ്ട്. ശാലിനി ആ ഫയൽ തുറക്കുമ്പോൾ അതിലൊരു പേപ്പർ ഇങ്ങനെ ഇരിക്കുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ശാലിനി അത് തുറന്നു നോക്കുമ്പോൾ ഈ ഹൃദയ സദസ്സിലെ എന്നുള്ള പാട്ടാണ്. അതെഴുതിയിരിക്കുന്ന ആരാണെന്ന് അപ്പോൾ തന്നെ ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്നിങ്ങനെ വിഷ്ണു പാടുന്ന പോലെയാണ് ശാലിനിക്ക് ആ ലെറ്റർ നോക്കുമ്പോൾ കിട്ടുന്നത്. അത് വായിക്കുമ്പോൾ ശാലിനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ശാലിനി പെട്ടെന്ന് ആ CCTV ക്യാമറയുടെ മോണിറ്റർ ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആകെ ടെൻഷന് നിൽക്കുന്നത് കാണുന്നുണ്ട്. കയ്യിലെ നഖമൊക്കെ കടിച്ച് ഒരു നാണത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ശാലിനിക്ക് ചിരിയും വരുന്നുണ്ട്. ഇപ്പം ഇതിനുള്ള മറുപടി ഉടനെ തന്നെ കൊടുത്തേക്കാം. അവിടെ ഇരുന്ന് ഒരു കവറും എടുത്തുകൊണ്ട് ശാലിനി നേരെ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വരുവാണ്. ശാലിനി ഒരു കൗറുമൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ വിഷ്ണുവിന് നാണവും പേടിയും വരുന്നുണ്ട്. അയ്യോ കുഴപ്പമായോ എൻ്റെ ഭഗവാനെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ കമലനും അങ്ങ് പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, ശ്രീകുമാരൻ തമ്പി സാർ ഇങ്ങനെ ഒരു കവിത എഴുതിയില്ലായിരുന്നെങ്കിൽ വിഷ്ണുവേട്ടനാകെ പെട്ടുപോയാനെ അല്ലേ? നല്ല സാഹിത്യഭാവനയാണല്ലോ. എന്നാലേ എനിക്കറിയാവുന്ന സാഹിത്യഭാവനയിൽ ഞാനും ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ശാലിനി ആ കവർ വിഷ്ണുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. അങ്ങനെ ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തോട്ട് കയറി അങ്ങ് പോവുക. വിഷ്ണു ആണെങ്കിൽ ആകെ വെപ്രാളം പിടിച്ച് ആ കവർ പൊട്ടിച്ച് നോക്കുമ്പോൾ അയ്യടെ ഇത് മൊത്തം ഇംഗ്ലീഷാണല്ലോ, ഞാൻ മലയാളത്തിലാണല്ലോ കൊടുത്തത്, അപ്പോഴെനിക്ക് മലയാളത്തിൽ ഇങ്ങനെ എഴുതി തന്നാൽ പോരായിരുന്നോ? അതിലിരിക്കുന്ന ഓരോ ലെറ്റേഴ്സും ഇങ്ങനെ കൂട്ടി വായിക്കാനൊക്കെ വിഷ്ണു ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനൊന്നും പിടികിട്ടുന്നില്ല. അപ്പോഴതുവഴി അനു പോകുന്നുണ്ടായിരുന്നു. വിഷ്ണു പെട്ടെന്ന് അനുമോളെ അവിടെ നിന്ന് നിന്നെ എന്നും പറഞ്ഞ് അടുത്ത് ചെന്നിട്ട് അയ്യോ അനു മേഡം ഇതൊന്ന് വായിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അനു ആ ലെറ്റർ വായിച്ചിട്ട് വിഷ്ണുവിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഒന്നും പറയുന്നില്ല. അനുവിൻ്റെ മുഖം അങ്ങ് വിഷമത്തിലായിട്ട് പറയുന്നു, ഇതൊക്കെ സാർ മേഡത്തിനോട് ചോദിക്കും, മേഡം പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് അനു അങ്ങ് പോവുകയാണ്. വിഷ്ണു അപ്പോൾ അവിടെ നിന്ന് പറയും, ഓ ഇതിപ്പോൾ തല പോകുന്ന വലിയ കാര്യമൊന്നും അല്ലല്ലോ മേഡത്തിനോട് പോയി ചോദിക്കാൻ. ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തു, അതിനിപ്പോൾ തിരിച്ചിങ്ങോട്ട് എന്താന്ന്, അത് ഇംഗ്ലീഷിലാണെന്ന് മാത്രം, അതിനെന്താ ഞാൻ ഇപ്പം തന്നെ പോയി ചോദിച്ചാളാമല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ ക്യാബിനിലോട്ട് വരുവാണ്. ശാലിനിയാണെങ്കിൽ വിഷ്ണു കൊടുത്ത ലെറ്റർ ഇങ്ങനെ വായിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. വിഷ്ണു അങ്ങോട്ട് വന്നിട്ട് ശാലിനിയോട് ചോദിക്കുന്നു, അതെ ഞാൻ മലയാളത്തിലല്ലേ അങ്ങോട്ട് എഴുതി തന്നത്, അപ്പോൾ എനിക്കെന്തിനാ ഇങ്ങനെ ഇംഗ്ലീഷ് എഴുതി തന്ന്, എന്നെ കളിയാക്കാനാണോ? ഓ വലിയ സാഹിത്യഭാവനയൊക്കെ ഉള്ള ആളല്ലേ, അന്ന് അങ്ങോട്ട് വായിച്ച്, എനിക്കതിന് ഇംഗ്ലീഷൊന്നും അറിയത്തില്ലെന്ന് തനിക്കറിയാവുന്നതല്ലേ. അപ്പോൾ ആ സമയത്ത് ഫുൾ യൂണിഫോമിൽ രാമുവേട്ടൻ അങ്ങോട്ട് വരുവാണ്. ശാലിനി രാമുവേട്ടനെ കണ്ടെങ്കിലും വിഷ്ണു കണ്ടില്ല. അപ്പോൾ ശാലിനി വിഷ്ണുവേട്ടനോട് ചോദിക്കുന്നു, അല്ല വിഷ്ണുവേട്ടൻ ആളെ മനസ്സിലായില്ലേ? വിഷ്ണു അങ്ങനെ തിരിഞ്ഞ് രാമുവിനെ നോക്കിയിട്ട് പറയുന്നു, അല്ല രാമുവേട്ടനാകെ തടിച്ചു പോയല്ലോ, ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? അപ്പോൾ ശാലിനി പറയുന്നു, താൽക്കാലികമായ 2 മാസത്തെ ലീവിന് വേണ്ടിയിട്ട് രാമുവേട്ടൻ പോയിരിക്കുമായിരുന്നു, ഇപ്പോൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നു. വിഷ്ണുവേട്ടന് മനസ്സിലായില്ലേ, വിഷ്ണുവേട്ടൻ 2 മാസത്തെ താൽക്കാലിക വേക്കൻസിയിലായിരുന്നു ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ രാമുവേട്ടൻ വന്നപ്പോൾ ആ ജോലിയിലോട്ട് പ്രവേശിക്കുന്നു. ഇനി വിഷ്ണുവേട്ടന് ജോലിയില്ലെന്നാണ് പറയുന്നത്.
ശാലിനി അങ്ങനെ പറഞ്ഞതും വിഷ്ണുവിനാകെ ഒരു വെപ്രാളവും ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട് മുഖത്ത്. അത് ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനിക്കും വിഷമം വരുന്നുണ്ട്. പക്ഷേ അത് ശാലിനി കാണിക്കുന്നില്ല. എന്താ വിഷ്ണുവേട്ട ആലോചിക്കുന്നത്? അന്ന് ജോലിക്ക് കയറിയപ്പോഴേ അവർ പറഞ്ഞിട്ടുള്ളതല്ലേ താൽക്കാലിക വേക്കൻസി ആണെന്നും ലീവ് കഴിഞ്ഞ് വരുമ്പോൾ മാറിക്കൊടുക്കണമെന്നും ഒക്കെ. വിഷ്ണു സങ്കടമൊക്കെ മറച്ചു വെച്ചോണ്ട് പെട്ടെന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, അയ്യോ അതൊക്കെ എനിക്കറിയാം. എങ്കിലും വിഷ്ണുവിൻ്റെ മനസ്സിൽ കൂടെ ആ പഴയ ചിത്രങ്ങൾ ഇങ്ങനെ ഓടുവാണ്. വിഷ്ണു ശാലിനിയെ ആ വണ്ടിയിൽ വെച്ചുകൊണ്ട് പോകുന്നതും ആ കാറിലിരുന്ന് അവർ സംസാരിക്കുന്ന രംഗമൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിൽ വരുവാണ്. വിഷ്ണുവിന് ആകെ സങ്കടം വരുന്നുണ്ട്. ഇനി ഇതുപോലെ ആരെങ്കിലും ലീവിന് പോകുമ്പോൾ താൽക്കാലിക വേക്കൻസി ഉണ്ടെങ്കിൽ അവർ വിഷ്ണുവേട്ടനെ വിളിക്കും. ആരാണോ ജോലി തന്നത് അവരോട് പോയി പറഞ്ഞിട്ട് വേണം പോകേണ്ടത് എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുള്ളൂ എന്നൊക്കെ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിക്കൊണ്ട് വിഷ്ണു, ഇതിപ്പോൾ താക്കോൽ എവിടെയാ എന്നും പറഞ്ഞ് പോക്കറ്റ് തപ്പുവാണ്. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ആ താക്കോലെടുത്ത് രാമുവേട്ടൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ദാണ്ട വണ്ടി അവിടെ കിടപ്പുണ്ട്, ഒരു കുഴപ്പവും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ടെങ്കിലും ആ വിഷമമൊക്കെ ശാലിനി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇനി രാമുവേട്ടൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് രാമുവേട്ടനെ ശാലിനി അവിടുന്ന് പറഞ്ഞു വിടുവാണ്. വിഷ്ണു അപ്പോൾ പറയുവാണ്, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, ഇതൊക്കെ എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചതുമാണ്. പക്ഷേ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം. എന്നാൽ വരട്ടെ കളക്ടർ മാഡം എന്ന് പറഞ്ഞിട്ടൊരു സല്യൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അനുവിനെ കണ്ട് കണക്കുകൾ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ സെക്ഷനിൽ പറഞ്ഞാൽ അതെല്ലാം ശരിയാക്കി തരും എന്നൂടെ പറയുമ്പോൾ വിഷ്ണു വിഷമത്തോട് പറയുന്നു, ഇവിടുത്തെ കണക്കുകളൊക്കെ ശരിയാണ്, പക്ഷേ തെറ്റിപ്പോയ കണക്ക് എൻ്റേതാണ് എന്നും പറഞ്ഞ് ശാലിനി കൊടുത്ത ആ പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് വിഷ്ണു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവുക. വിഷ്ണു ആണെങ്കിൽ വിഷമത്തോടെ പുറത്തോട്ട് വന്നിട്ട് ആ കാറ് കിടക്കുന്ന കണ്ടുകൊണ്ട് ആ കാറയിൽ ഇങ്ങനെ തലോടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയം രാഘവേട്ടനാണെങ്കിൽ വാതക്കലിരുന്ന് ഇങ്ങനെ പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ സത്യമ്മ ഒരു കുറേ ബാഗിൽ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. സത്യയ്ക്കും പപ്പിക്കുമുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സത്യാമ്മയുടെ ആ മുഖത്തെ സന്തോഷവും ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ കണ്ട് രാഘവേട്ടന് വളരെ സന്തോഷമാണ്. രാഘവേട്ടൻ ചോദിക്കുന്നു, ഇതെന്താ ഫാമേ, ഏതോ വലിയ കോളത്തെ ലക്ഷണമുണ്ടല്ലോ. സത്യമോളും പപ്പിമോളും സത്യാമ്മയെ കണ്ടുകൊണ്ട് സത്യാമ്മയെന്ന് പറഞ്ഞ് ഓടി വരുവാണ്. സത്യാമ്മ അവരെ രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ സത്യാമ്മ കൊണ്ടുവന്ന കളിപ്പാട്ടം സത്യയ്ക്കും പപ്പിക്കും കൊടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഓരോ ഹെലികോപ്റ്ററാണ് കൊടുക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് കഴിക്കാനൊന്നും വാങ്ങിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, എന്നാൽ രണ്ടുപേരും കൊണ്ടുവച്ച് കഴിച്ചോ എന്നും പറഞ്ഞ് കൊടുക്കുവാണ്. അങ്ങനെ പപ്പിയും സത്യയും ആ ചോക്ലേറ്റും കൊണ്ട് മുറിയിലോട്ട് ഓടുവാണ്. അവരവിടെ നിന്ന് കളിപ്പാട്ടമൊക്കെ വെച്ചിങ്ങനെ കളിക്കുക. ശ്യാമയാണെങ്കിൽ ഇന്ന് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക. ശ്യാമയുടെ അടുത്തുകൊണ്ട് രണ്ടുപേരും കളിപ്പാട്ടമൊക്കെ കാണിക്കുന്നു. ഞങ്ങൾക്ക് നിറയെ ചോക്ലേറ്റൊക്കെ സത്യാമ്മ കൊണ്ടു തന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്യാമയും വലിയ സന്തോഷത്തോടെ ഇതൊക്കെ കാണുവാണ്. എന്നിട്ട് ശ്യാമ പറയുന്നു, മക്കൾ രണ്ടുപേരും ഇരുന്ന് കളിക്കും, നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് തരാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ സത്യമോളും പപ്പിമോളും ആ തറയിൽ ഇങ്ങനെ ഹെലികോപ്റ്ററായിട്ട് ഇങ്ങനെ കളിക്കുവാണ്. സത്യയുടെ ഹെലികോപ്റ്റർ ഇങ്ങനെ കീ കൊടുക്കുമ്പോൾ തന്നെ ഓടിപ്പോകുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് പപ്പിയും അവിടെ ഹെലികോപ്റ്റർ ഇട്ട് തിരിക്കുവാണ്. പക്ഷേ അതിൽ കീയും ഇല്ല, ഒന്നുമില്ല. പക്ഷേ കാഴ്ചയിൽ രണ്ടും ഒരുപോലെ ഇരിക്കുന്നെങ്കിലും സത്യയുടെ ഹെലികോപ്റ്ററാണ് നല്ല കൂടിയ വിലയുള്ളത്. അത് നോക്കി ഇങ്ങനെ പപ്പി സങ്കടത്തോടെ ഇരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശ്യാമ ഇത് കാണുമ്പോൾ ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? സത്യാമ്മയുടെ ഈ വേർതിരിവ് ഒരു കാരണവശാലും ശ്യാമ അംഗീകരിച്ച് കൊടുക്കില്ല. ശരിയായ ഒരു പൊട്ടിത്തെറി തന്നെ ഇനി അവിടെ നടക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അതെന്താണെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.